വീട്ടിലല്ല, ഇവളെയൊന്നും പഞ്ചായത്തിൽ അടുപ്പിക്കാൻ പറ്റില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരു പ്രശ്നമില്ല. ഇനി ഇതിന്റെ പേരിൽ എന്ത് കമന്റ് വന്നാലും എനിക്ക് പ്രശ്നമില്ല. ഇവളെയൊന്നും വീട്ടിലല്ല, പഞ്ചായത്തിന്റെ പരിസരത്ത് പോലും കയറ്റാൻ പറ്റില്ല. സീരിയസ്ലി ഇട്ട് കൊടുക്കുന്നത് ഞാനിതിലൊന്നും ഒരു ഭാഗ്യമല്ല, എന്തിനാ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ എല്ലാരും കണ്ടല്ലോ അല്ലെ പെർഫോമൻസ്. അപ്പൊ ഇതാണ് നമ്മുടെ നൂറ ചേച്ചിയുടെ ഇന്നലത്തെ പെർഫോമൻസ് ആയിരുന്നു. അത് ചേച്ചിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെയുള്ള കരച്ചിലാണ് നമ്മൾ കണ്ടത്. ആ നെഞ്ചു പൊട്ടിയിട്ടുള്ള കരച്ചിലായിരുന്നു ആ കണ്ടത് കേട്ടോ. അവളുടെ ഈ കരച്ചിൽ കണ്ടാൽ അറിയാം കള്ളക്കരച്ചിലാണ്. ആൾക്ക് കരച്ചിൽ വരുന്നില്ല ആക്ച്വലി. അത് ആ ഒരു ക്ലിപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കരച്ചിൽ വരുന്നില്ല. തളർന്നു തൂങ്ങി സരികയുടെയും ശൈത്യയുടെയും തോളിലേറിയിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റാതെ കരയാണ്. ഇവളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ടോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടായിരുന്നു കേട്ടോ. ഫുള്ള് കള്ളക്കരച്ചിലായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു നാടകം കളിക്കണ്ടേ, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കണ്ടേ, അതിനു വേണ്ടി ചെയ്തതാണ്. അതായത് ഒരു പാവം പെൺകുട്ടി ഏതൊക്കെ വിധത്തിൽ തേജോവധം ചെയ്യാമോ, അവൾ ചെയ്യാത്ത കാര്യത്തിൽ എത്രത്തോളം അവളെ മോശക്കാരിയാക്കാവോ അതെല്ലാം ചെയ്ത ശേഷം നൂറ ചേച്ചിയുടെ കരച്ചിൽ നാടകമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരുന്നത്. ഇന്നലത്തെ ലൈവ് കണ്ട ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അനുമോൾ ഇപ്പോൾ ഒരു വലിയൊരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട്. അതായത് അനുമോൾ PR-ന്റെ നമ്പർ എഴുതി ആദില പോകുന്ന സമയത്ത് ടിഷ്യൂ പേപ്പറിൽ PR-ന്റെ നമ്പർ എഴുതി ആദിലേക്ക് കൊടുത്തു. അതായത് ഇപ്പോഴല്ല, മുൻപ് ആദില എവിക്ഷനിൽ വരുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു അത്രേ, അതായത് നൂറയ്ക്ക് വേണ്ടിയിട്ട് PR ചെയ്യാൻ പറയാം. ഒപ്പം അക്ബറിനെ ഇവിടെ വെളുപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അക്ബറിനെതിരെയും എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊടുത്തതെന്ന് ആദില പറയുന്നുണ്ട്. ഓക്കെ, അതായിരുന്നു അവിടെ പൊട്ടിക്കാൻ വെച്ചിരുന്ന വലിയൊരു ബോംബ്. അതായത് ഈ വന്ന ആളുകളുടെ ഇടയിൽ ചർച്ചാ വിഷയമായ കാര്യം അതായിരുന്നു. ആദില പറഞ്ഞിരുന്നത് അങ്ങനെയാണ്. സോ അത് അനുമോള് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അറിയുന്നുണ്ട്. അവർക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയില്ല. അപ്പൊ അനുമോൾ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ജിഷിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അത് അനു പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതായത് ഞാൻ PR-ന്റെ നമ്പർ എഴുതി ആദിലയുടെ കയ്യിൽ കൊടുത്തിട്ടില്ല. നോർമലി രണ്ടാളും എവിക്ഷനിൽ വന്ന സമയത്ത് ആദിലയുടെ കയ്യിൽ അനുമോളുടെ നമ്പർ കൊടുക്കുകയാണ്. എന്റെ നമ്പറാണ് ഞാൻ കൊടുത്തത്. സോ പുറത്തിറങ്ങിയിട്ട് വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നമ്പറാണ് കൊടുത്തത്, എന്റെ നമ്പറാണ് കൊടുത്തത്. PR-ന്റെ നമ്പർ കൊടുത്തിട്ടില്ല. പിന്നെ അവള് പറയുന്നുണ്ട് എനിക്ക് സ്വന്തമായിട്ട് 3 നമ്പർ ഉണ്ട്, അതിൽ എനിക്ക് എൻ്റെ ഒരു നമ്പർ മാത്രമേ കാണാതെ അറിയുള്ളൂ, പിന്നെ അച്ഛൻ്റെ അമ്മയുടെ നമ്പർ. PR-ന്റെ നമ്പർ ഞാൻ എങ്ങനെയാണ് കാണാതെ ഓർത്തിരിക്കുന്നത്? ഞാൻ എന്തിനു കാണാതെ പഠിക്കണം എന്നാണ് അനുമോൾ ചോദിക്കുന്നത്. വളരെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യമാണ്. അതും ഈ 100 ദിവസത്തിനിടയ്ക്ക് ആ കുട്ടി അവിടെ നിന്ന് കഴിഞ്ഞ് ഇത്രയും സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും PR-ന്റെ നമ്പർ ഓർമ്മിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അനു അത് പറയുന്നുണ്ട്. പക്ഷേ ആദില പറഞ്ഞത് അനു PR-ന്റെ നമ്പർ കൊടുത്തു എന്നുള്ളത്. അപ്പൊ അനു പറയുന്നുണ്ട് ഞാൻ ഉറപ്പായിട്ട് ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ എന്റെ നമ്പറാണ് കൊടുത്തത്. അവളുടെ നമ്പർ എനിക്ക് എന്താണോ അത് എന്റെ കയ്യിൽ ഇപ്പോഴും എന്റെ കബോർഡിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് ജിഷിനോട് പറയാണ്. അപ്പൊ ജിഷിൻ പറയാണ് അക്ബറിന്റെ ആ കേസ് പറഞ്ഞു. അത് മാത്രമല്ല പുറത്തിറങ്ങിയിട്ട് അക്ബറിന്, അപ്പൊ അവള് പറയുന്നുണ്ട് ആദിലയാണ് എന്നോട് പറഞ്ഞത് പുറത്തിറങ്ങിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണോ. അപ്പൊ നോർമലി വീട്ടുകാരോട് ഇങ്ങനെ സംസാരിക്കുക, ഇവിടുത്തെ കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് അവളാണ് എന്നോട് പറഞ്ഞത് അക്ബറിനെതിരെ എന്തെങ്കിലും ചെയ്താലോ എന്ന് എന്നോട് സംസാരിച്ചിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ ജിഷിൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ജിഷിൻ പറയുന്നുണ്ട് ഇതിനിപ്പോ തെളിവില്ല, അതായത് ആ ആദില പറഞ്ഞ കാര്യം തെറ്റാണെന്ന് തെളിയിക്കാനുള്ള തെളിവില്ല. അപ്പൊ അവള് പറയുന്നുണ്ട് ആ ടിഷ്യൂ പേപ്പർ എന്തായാലും അവരുടെ കയ്യിൽ ഉണ്ടാവുന്ന അനു വിഷമിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ അതിനുശേഷം അവള് പറയുന്നുണ്ട് നൂറയ്ക്ക് സത്യങ്ങൾ അറിയാം എന്ന് പറഞ്ഞിട്ട് നൂറേന്റെ അടുത്തേക്ക് അനു സംസാരിക്കാനും ക്ലിയർ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ആ സീൻ ഒന്ന് കണ്ടു നോക്കൂട്ടോ. നിന്റെ ചേച്ചി നമ്പർ അത് വേസ്റ്റിലെ കളഞ്ഞല്ലേ? നിങ്ങൾ കളയത്തില്ല, നിങ്ങൾ കളയില്ല എന്ന് എനിക്കറിയാം. ഓളെടുത്തേക്ക് എനിക്ക് പയ്യോട്ട് പൊന്നു മോളെ സത്യമില്ല. ഞാനിതിലൊരു എന്താണ് ഒരാളെ അല്ലെങ്കിൽ രണ്ടാളും തമ്മിലുള്ള ഡിസ്കഷൻ ഞാൻ ഇതിലില്ല. ഓക്കെ, അപ്പൊ നിങ്ങളിത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അനുമോള് ഒരുപാട് ഫീലിംഗ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ നൂറയ്ക്ക് ഉത്തരം മുട്ടുകയാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. നൂറയുടെ മുഖം ശ്രദ്ധിച്ചാൽ അറിയാം കള്ള ലക്ഷണമാണ് അവളുടെ മുഖത്ത് വരുന്നത്. കാരണം അനു പോയി സംസാരിക്കുന്ന സമയത്ത് നൂറ പറയുന്നത് എന്റെ മോളെ എനിക്ക് ഇതിലൊന്നും സംസാരിക്കാൻ ഒന്നുമില്ല പറയാൻ, അതായത് എനിക്ക് നിന്നോട് പറയാനായിട്ട് ഒന്നുമില്ല, നീയും അവളും തമ്മിലുള്ള വിഷയമാണ്. പക്ഷെ ആ സമയത്ത് ഇവളുണ്ടായിരുന്നു. പിന്നെ ഇവള് പറയുന്ന ഒരു കാര്യം, ഇവളും ആദിലയും പറയുന്നുണ്ട് ആ ടിഷ്യൂ പേപ്പർ അവർ നശിപ്പിച്ചു, അവരുടെ കയ്യിലില്ല. ഇപ്പോഴും ഇപ്പൊ നിങ്ങൾ കണ്ട സീനിലും നൂറ പറയുന്നുണ്ട് ആ ടിഷ്യൂ പേപ്പർ നൂറയുടെ കയ്യിലില്ല, അത് അവർ കളഞ്ഞു, നീ വേണമെങ്കിൽ എന്റെ കബോർഡിൽ പോയി നോക്കിക്കോളൂ, അതവിടെ ഇല്ല. പിന്നെ അവൾ എന്തൊക്കെയോ
മറയ്ക്കാൻ ശ്രമിക്കുന്ന പോലെ അല്ലെങ്കിൽ പേടിക്കുന്ന പോലുള്ള ഒരു മുഖമായിരുന്നു നൂറയുടെ ഒരു ഫേസിൽ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ്, അവൾ പറയുന്നതിൽ ജെനുവിനിറ്റി ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അനുമോള് തകർന്നു പോവാണ്. കാരണം അനുമോള് ചെയ്യാത്തൊരു കാര്യം പറഞ്ഞപ്പോൾ അവള് ശരിക്കും ഡൗൺ ആയി പോവാണ് അവിടെ. നൂറേനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടല്ലോ, പക്ഷെ അനു ശരിക്കും പെട്ടുപോയി. കാരണം തെളിവില്ലാത്തത് കൊണ്ട് അനുവിനെ ആരും വിശ്വസിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലെത്തി. പക്ഷെ അവിടെയും അനുവിന്റെ കൂടെ നിന്ന് ഒരേ ഒരു വ്യക്തിയാണ് ലക്ഷ്മി. അവള് എല്ലാവർക്കും, അതായത് പലർക്കും ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ലക്ഷ്മി. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നല്ലോ, വീട്ടിൽ കയറ്റാൻ പറ്റില്ല. വീട്ടിലല്ല, ഇവളെന്ന് പഞ്ചായത്തിൽ അടുപ്പിക്കാൻ പറ്റില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരു പ്രശ്നവും ഇനി ഇതിന്റെ പേരിൽ എന്ത് കമന്റ് വന്നാലും എനിക്ക് പ്രശ്നമില്ല. ഇവളെയൊന്നും വീട്ടിലല്ല, പഞ്ചായത്തിന്റെ പരിസരത്ത് പോലും കയറ്റാൻ പറ്റില്ല. അത്രയും കൂടിയ വിഷങ്ങളാണ് ഈ രണ്ടെണ്ണം. കാളകൂട വിഷത്തെ തോൽപ്പിക്കുന്ന വിഷം ഉണ്ടെങ്കിൽ അത്രയും വൃത്തികെട്ട, അല്ലെങ്കിൽ അത്രയും വിഷമാണ് ഇവര്. അതായത് ഈ രാജാമ്പാലയ്ക്ക് ഇവളമാരുടെ അടുത്തുകൂടി പോയിട്ടുണ്ടെങ്കിൽ നാണിച്ച് തല താഴ്ത്തി പോകും. അത്രയും വിഷം, അത്രയും കണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയുള്ള രണ്ട് ജന്മങ്ങളാണെന്ന് ഞാൻ പറയത്തുള്ളൂ. എങ്ങനെയൊക്കെ ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യാം, അയാൾ ചെയ്യാത്ത കാര്യത്തിൽ അയാളെ എത്ര ക്രൂശിക്കാം എന്നുള്ളതിന്റെ രണ്ട് ഉദാഹരണങ്ങളാണ് ഈ ആദില, നൂറ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളും. കാരണം ഈ ഒരു വിഷയം എല്ലാവർക്കും അറിയാം. അനുമോള് പറയുന്നതിലെ ചെറിയ, അതായത് അവളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് തന്നെ എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷെ ഈ ഒരു ടിഷ്യൂ പേപ്പർ കിട്ടാത്ത കാലത്തോളം അനുമോൾ എപ്പോഴും കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം. ഒരു സംശയത്തിന്റെ നിലയിൽ തന്നെ ആയിരിക്കും. പക്ഷെ അവള് ആവർത്തിച്ച് പറയുന്നുണ്ട് ആ ടിഷ്യൂ പേപ്പർ. അതിനുശേഷം അനു പോയി ആ ടിഷ്യൂ പേപ്പർ എടുത്ത് നെവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ആദില എഴുതി തന്ന നമ്പർ. അപ്പൊ നെവിൻ പറയുന്നുണ്ട് ഓക്കെ. അപ്പൊ അക്ബർ, അതിനുശേഷം അക്ബറിനോട് അനു സോറി പറയാനായിട്ട് പോകുന്നുണ്ട്. കാരണം അനുവിന്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട് അവള് ചെയ്തിട്ടില്ല എന്ന് പറയാനായിട്ട് അക്ബറിന്റെ അടുത്തേക്ക് പോകുന്ന ഒരു സീനുണ്ട്. അതുകൂടി ഒന്ന് കണ്ടു നോക്കും. കാര്യമാണ് ഞാൻ ആക്കത്. എനിക്ക് സംസാരിക്കാൻ വേണ്ട 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 വേണ്ട, നീ സംസാരിക്കണം. നീ കഴിച്ച ചീപ്പ് കല്യാണം ഞാൻ അറിഞ്ഞത്. നിന്റെ കൂട്ടുകാരികൾ രണ്ടുപേരും പറഞ്ഞാണ് എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കണം. അവൾ ഒരിക്കലും കളയില്ലെന്ന് എനിക്കറിയാം. ഇത് ഒരു ടോക്കാക്കണ്ട. ഞാൻ ഇന്നലെ എവിക്ഷന്റെ സമയത്ത് ആദിലയുടെ ചെവിയിൽ പറഞ്ഞു, ആദില നിങ്ങൾ സെറ്റായി. ഓക്കെ, അപ്പൊ നിങ്ങളിത് കണ്ടല്ലോ അല്ലെ. അതായത് അക്ബറിന്റെ അടുത്ത് പോകുമ്പോൾ അക്ബറിന്റെ പെർഫോമൻസ് ആണ് ഈ കാണുന്നത്. എനിക്ക് മനസ്സിലായതിൽ അക്ബറിനെ അറിയാം. ഓൾറെഡി അക്ബറിന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇവര് പറയുന്നതിൽ ഫുള്ള് സത്യമില്ല എന്നുള്ളത് അക്ബറിന് അറിയാം. പക്ഷെ അക്ബറിന് അനുവിനെ കുറ്റക്കാരിയാക്കാൻ അല്ലെങ്കിൽ അനുവിനെ അടിച്ചു താഴ്ത്താൻ കിട്ടിയ ഒരു അവസരം അക്ബർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അതിനുശേഷം കരച്ചിൽ നാളൊക്കെ അക്ബറിന്റെ കയ്യിൽ നിന്ന് വരുന്നുണ്ട്. ഇതിലും വലിയ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ട് അക്ബർ തളർന്നിട്ടില്ല. പിന്നെ അക്ബറിനെ തകർക്കാനായിട്ട് PR നമ്പർ കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴാണ് അക്ബറിന് ഇത്ര ഫീൽ ആവുന്നത്. ഇയാൾ ജെനുവിൻ ആണ്, അല്ലെങ്കിൽ ഇയാൾ കൃത്യമായി ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഇയാൾ എന്തിനാ പേടിക്കുന്നതെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. അതും ഇവര് രണ്ടുപേരും പറഞ്ഞ വാക്കുകൾ കേട്ട് ഭയങ്കര ഫീലായിട്ട് നാടകം കളിക്കുകയാണ് അക്ബർ. അതായത് അക്ബർ ഒരു സെന്റിമെന്റൽ നാടകമാണ് അവിടെ കളിക്കുന്നത്. ഇനിയിപ്പോ ആരെങ്കിലും ഒക്കെ കണ്ട് വിഷമം തോന്നി അങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് വോട്ട് കിട്ടട്ടെ എന്നുള്ള ഒരു നാടകമാണ്. വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. ആ പെൺകുട്ടിക്ക് പറയാനുള്ളത് അക്ബറിനെ കേൾക്കാമായിരുന്നു. എന്താണ് അവൾക്ക് പറയാനുള്ളത്? എനിക്കിനി നിന്നോടൊന്നും സംസാരിക്കാനില്ല, നീ അത്ര മോശം കാര്യങ്ങളാണ് ചെയ്തത്, അതിന് തെളിവുണ്ടോ? അല്ലെങ്കിൽ അക്ബർ നേരിട്ട് കണ്ടോ? ഇതിന് മുൻപ് അനു പല കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ കണ്ടു എന്ന് പറയുമ്പോൾ ഒക്കെ അനുവിനെ എല്ലാവരും, ലാലേട്ടനടക്കം പലരും പറഞ്ഞിട്ടുണ്ട് തെളിവില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു ചോദിക്കുന്നുണ്ട്. സോ ഇവിടെയും അത് തന്നെയല്ലേ. ഈ നൂറ അതിലെ രണ്ട് വ്യക്തികൾ പറയുന്നത് അല്ലാതെ ഇവർ ആരെങ്കിലും അതിന്റെ തെളിവ് കണ്ടോ? അനു എഴുതി കൊടുക്കുന്നത് കണ്ടോ? ആ പേപ്പർ ഇവരുടെ കയ്യിൽ കിട്ടിയോ? പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അനുവിനെ അവിടെ കുറ്റക്കാരിയാക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ മോശമായിട്ടുള്ളൊരു ഗെയിമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഞാനിത് എടുത്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇവൾ ആദ്യം പറഞ്ഞത് PR നമ്പർ എഴുതി ആദിലയുടെ കയ്യിൽ കൊടുത്തു, നൂറയ്ക്ക് PR വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യാനും ഒപ്പം അക്ബറിനെ താഴ്ത്തിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അതിനുശേഷം പറയുന്നു PR നമ്പർ അല്ല, അത് മാറിയതാണ്, അനുവിന്റെ ചേച്ചിയുടെ നമ്പർ ആയിരുന്നു, പുള്ളിക്കാരി PR കോണ്ടാക്ട് ചെയ്തോളും എന്ന് പറഞ്ഞു എന്നാണ് ഇവളുമാര് പറയുന്നത്. അത് ഇവർ പറയുന്നതിൽ തന്നെ സ്ഥിരതയില്ല, മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അക്ബർ ശരിക്കും പെട്ടുപോയി. അക്ബർ ആദ്യം ഇവളുമാര് പറയാനായിട്ടിട്ട് PR ഇഷ്യൂ എടുത്തിട്ട് കഴിഞ്ഞപ്പോഴാണ് ഇവര് നേരെ പ്ലേറ്റ് മാറ്റി ചേച്ചിന്നാക്കിയത്.
പക്ഷെ അക്ബർ അപ്പോഴും ഉറച്ചു നിന്ന് നോക്കി ചേച്ചിയുടെ നമ്പർ ആയിരിക്കും, അത് അവൾക്ക് മാറിപ്പോയതാണ്. പക്ഷെ വിഷയം ഒന്നായിരുന്നല്ലോ, എന്നെ തേജോവധം ചെയ്യുക എന്നതായിരുന്നല്ലോ എന്നാണ് അക്ബർ പറയുന്നത്. അപ്പൊ അക്ബറിന്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അനുമോളെ എങ്ങനെയെങ്കിലും ഇടിച്ച് താഴ്ത്തി കിട്ടുക, അതായിരുന്നു അക്ബറിന്റെ വിഷയം. അല്ലാതെ ഇത് ജെന്യുവിൻ ആണോ എന്ന് നോക്കലല്ല, അത് അറിഞ്ഞുകൊണ്ട് പ്രതികരിക്കലല്ല അക്ബറിന്റെ വിഷയം. അപ്പൊ ഇവളുമാരി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അനുമോൾ ഉറച്ചു നിൽക്കുന്നു, ഞാൻ എന്റെ നമ്പറാണ് കൊടുത്തത്, അത് അറ്റൻഡ് ചെയ്യുന്നത് ചേച്ചി ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു അനുമോള്. ഒപ്പം ഈ വന്നവരെല്ലാവരും അനുവിനെ പുറത്താക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇവർ പ്രത്യക്ഷത്തില് ശ്രമിക്കുന്നത് അനുവിനെ പുറത്താക്കാനാണെങ്കിൽ അത് അനുവിന് അനുകൂലമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വളരെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇത്രയും മെന്റലി അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കോണ്ടസ്റ്റന്റ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ സമയത്തും അനുവിനെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ലക്ഷ്മിയാണ്. ഒരുപാട് ആളുകൾ ലക്ഷ്മിനെ കുറ്റം പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ ഇതുവരെ തിരിച്ചു വന്ന കോണ്ടസ്റ്റന്റിൽ ആകെ നല്ലൊരാള് എന്ന് പറയാനുള്ളത് ലക്ഷ്മി മാത്രമാണ്. കാരണം ആ പെൺകുട്ടി ആരുടെ സൈഡ് പറയുന്നില്ല, അല്ലെങ്കിൽ ആരെയും മോശവും നല്ലതും പറയുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിൽ അനുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ആ പറഞ്ഞ വ്യക്തി ഇവിടെ ഇല്ല, ഓൾറെഡി നിങ്ങൾ കണ്ടല്ലോ, പറഞ്ഞ വ്യക്തി ഇവിടെ ഇല്ല. ഇനി അത് ക്ലിയർ ചെയ്യണമെങ്കിൽ ആ വ്യക്തിയോട് നമ്മൾ സംസാരിക്കണം, അതിന്റെ ആവശ്യം ഇനി വരുന്നില്ല. നിന്നെ മെന്റലി ഡൗൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള കളികളാണ് ഇവിടെ നടക്കുന്നത്. അതായത് നീ ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ, അല്ലെങ്കിൽ നിനക്ക് അതിന് അർഹതയുണ്ട് എന്ന് മനസ്സിലായപ്പോൾ, നിനക്ക് വോട്ടിംഗ് ഉണ്ട് അല്ലെങ്കിൽ നീ മുന്നിലാണെന്ന് മനസ്സിലായപ്പോൾ നിന്നെ തകർക്കാൻ ചെയ്യുന്ന പ്രവർത്തികളാണ്. അത് നീ മനസ്സിലാക്കണം. ഇവിടെ നീ തളരരുത്. മേ ബി ഇനിയിപ്പോ നിനക്ക് കപ്പ് കിട്ടിയാൽ പോലും ആ കപ്പ് കിട്ടുന്ന സന്ദർഭത്തിൽ പോലും നീ സന്തോഷിക്കരുത്. അപ്പൊ അനു പറയുന്നുണ്ടില്ല എനിക്ക് സന്തോഷം ഉണ്ടാവില്ല, അതാണ് അവർക്ക് വേണ്ടത്. അതായത് അവർക്ക് നീ ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല. അപ്പൊ അനുവിന് അത് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ അനു ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ടായി എനിക്ക് മരിച്ചു കളയണം, ഞാൻ ഇറങ്ങി പോവാണ്. സോ അവർക്ക് വേണ്ടതും അത് തന്നെയാണ്. ലക്ഷ്മി അത് സംസാരിക്കുന്നുണ്ട്. നീ ഇപ്പൊ ബിഗ് ബോസ് ഇപ്പൊ വാതിൽ തുറന്നു തന്നാലും ഞാൻ ഇറങ്ങി പോകുന്ന അനു പറയുന്നുണ്ട്. നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അനു പറയുന്നുണ്ട് ഞാൻ ഇറങ്ങി പോവും. യെസ്, ഇവിടെ വന്ന ആളുകൾ അവരുടെ ടാർഗറ്റും അത് തന്നെയായിരുന്നു, നിന്നെ ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യിക്കുക അല്ലെങ്കിൽ നിന്നെ മെന്റലി ഡൗൺ ആക്കുക. സോ അത് ചെയ്തു കഴിഞ്ഞാൽ ഈ വന്ന ആളുകൾ ചെയ്ത കാര്യം ജയിക്കും എന്നാണ് ലക്ഷ്മി പറയുന്നത്. ലക്ഷ്മി വളരെ ജെന്യുവൻ ആയിട്ട്, അല്ലെങ്കിൽ ലക്ഷ്മി വളരെ കണ്ണിങ് ആയിട്ട് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് പറയുന്നുണ്ട്. ഒരാളും ഇതുവരെ വന്നവരെല്ലാരും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അത് കണ്ട് രസിക്കുക എന്നല്ലാതെ ഒരു കാര്യത്തിലും ഇടപെടാൻ. പക്ഷെ ഇവിടെ ആ ഒരു സ്റ്റാൻഡിൽ നിന്നത് ലക്ഷ്മി മാത്രമാണ്. സോ ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടും ജെന്യുവൻ ആണ്, അല്ലെങ്കിൽ അവൾ പറഞ്ഞത് 100% ശരിയാണെന്ന് ഒരുപാട് ആളുകൾ ഇപ്പൊ അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കമന്റും കാര്യങ്ങളും ഞാൻ കണ്ടിരുന്നു, പല വീഡിയോസിലും ഞാൻ കണ്ടിരുന്നു. ഇവളെയൊന്നും വീട്ടിലല്ല പഞ്ചായത്തിൽ പോലും കയറ്റാൻ, ഈ ജില്ലയിൽ പോലും കയറ്റാൻ പറ്റില്ല എന്ന് ഒരുപാട് ആളുകൾ പറയുന്നത് ഞാൻ കണ്ടു. സോ അത് അവരുടെ ഉള്ളിൽ തോന്നിപ്പിച്ചത് ഈ രണ്ട് വ്യക്തികൾ തന്നെയാണ്, അതായത് ഈ രണ്ട് കാളകൂട വശങ്ങൾ തന്നെയാണ്. കട്ടപ്പ നമ്പർ 1 എവിക്റ്റഡ്, കട്ടപ്പ നമ്പർ 2 എവിക്റ്റഡ്, അതായത് ശൈത്യ ആദില. ഇനി കട്ടപ്പ നമ്പർ 3 വൈകാതെ തന്നെ എവിക്റ്റ് ആവുന്ന തന്നെയാണ് ഞാൻ പറയുന്നത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എവിക്റ്റ് ആവുന്നതിനെ ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഒരു എവിക്ഷനും കൂടി ഉണ്ടാവും. ടോപ്പ് 5 തന്നെ ആയിരിക്കും, ടോപ്പ് 6 ആയിരിക്കില്ല. ആ ടോപ്പ് 5 ഒരിക്കലും 100 കയറരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു അർഹതയും അവൾക്കില്ല. കാരണം ഇതുപോലൊരു വൃത്തികെട്ട കോണ്ടസ്റ്റന്റ് ടോപ്പ് 5 കയറി കഴിഞ്ഞാൽ മേ ബി നെവിൻ ആയിരിക്കാം ആ ഒരു സ്ഥാനത്ത് ഔട്ടാവുന്നത്. ഒട്ടും ഫെയർ ആയിരിക്കില്ല അത്. കാരണം ഇവൾക്ക് ഒരിക്കലും ഇനി ടോപ്പ് 5 കയറാനുള്ള യോഗ്യതയില്ല. കാരണം ഒരു പെൺകുട്ടിയെ എത്രമാത്രം ക്രൂശിക്കാവ്, എത്രമാത്രം മെന്റലി ടോർച്ചർ ചെയ്യാവോ അത് ചെയ്തു കഴിഞ്ഞു. ഞാൻ അനുമോളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം അനുമോളുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. പിന്നെ ആ പെൺകുട്ടിക്ക് തീരെ സെൽഫ് റെസ്പെക്ട് ഇല്ല. സാധാരണ ഒരാൾ ഒരു അനുഭവം കൊണ്ട് പഠിക്കും, അല്ലെങ്കിൽ 2 അനുഭവം കൊണ്ട് പഠിക്കും, അല്ലെങ്കിൽ 3 അനുഭവം കൊണ്ട് പഠിക്കും. ഇത്രയും അനുഭവങ്ങൾ കിട്ടിയിട്ട് പിന്നെയും ഇവരുടെ പുറകെ ഇവള് പോയിക്കൊണ്ടിരിക്കുന്നതിന് അവൾക്ക് കിട്ടിയ ഒരു കർമ്മയാണ്. ഞാൻ അങ്ങനെ പറയുള്ളൂ. അനുമോളത് ചോദിച്ച് വാങ്ങിയതാണ്. ലാസ്റ്റ് തന്നെ അറിയാം, ഇത്രയും ഇഷ്യൂ ഉണ്ടായിട്ട് പൊതു സദസ്സിന്റെ മുന്നിൽ വെച്ച് തന്നെ 2 ദിവസത്തിന് മുന്നേ അനുവിനെ അപമാനിക്കുന്നുണ്ട് ആദില. കാരണം മാനിപ്പുലേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചത് അനുവാണ് എന്ന് പറയുന്നുണ്ട്. അതിലിരയായ ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ബിഗ് ബോസ് കുറച്ച് സീന് കാണിക്കുമ്പോൾ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ അനു തിരിച്ചു പോയി കെട്ടിപ്പിടിച്ചത്. കാരണം ആ ഒരു സമയത്തില് അവരുടെ ഇമോഷൻസ് അതായിരുന്നു. പക്ഷെ അതൊന്നും ജെന്യുവിൻ അല്ലായിരുന്നു. അതനും മനസ്സിലാക്കുന്നില്ല. അതിനുശേഷം വീണ്ടും ഉള്ള പുറകിൽ നിന്ന് കുത്തിയിട്ടാണ് പോയിരിക്കുന്നത്. ഇതിന്റെ ഇടയിലെല്ലാം കളിച്ച് അതിനുശേഷം പോയിട്ട് ഈ ബോംബ് പൊട്ടിക്കാതെയാണ് പോയത്. അത് 100 നൈസായിട്ട് പോയിട്ട് അക്ബറിന്റെ അടുത്ത് കൊളുത്തി കൊടുക്കുന്നത്, ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊന്നും അറിയില്ല രാമനാരായണ എന്നും പറഞ്ഞൊരു ഇരിപ്പുണ്ട് 100ന്റെ. ആ സീനിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഒന്നും പക്ഷെ പുള്ളിക്കാരി ഉള്ളിലുണ്ട്, കൈവിട്ട് പോയോ ദൈവം ഇത് എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരും, ആ പേപ്പർ ആരെങ്കിലും കാണുമെന്നുള്ള ടെൻഷനൊക്കെ ഉണ്ട്. അതിനുവേണ്ടി ചേച്ചി വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെ ഇടയിൽ നൈസായിട്ട് ആ ടിഷ്യൂ പേപ്പർ ചുരുട്ടി പിടിച്ച് വേസ്റ്റ് ബിന്നിൽ കളയാൻ പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു ക്ലിപ്പ് എനിക്ക് എന്റെ കയ്യിലില്ല ഇപ്പൊ കാണിക്കാനായിട്ട്. അപ്പൊ വേസ്റ്റ് ബിന്നിൽ കളയാൻ പോകുന്ന ഒരു സീൻ കൂടി ഉണ്ട്. അത് ഇന്നലെ ലൈവിൽ കാണിച്ചിട്ടുണ്ട്. എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. ആ ടിഷ്യൂ പേപ്പർ അവളുടെ കബോർഡിൽ തന്നെ ഉണ്ടായിരുന്നു.
ഇത്രയും ഇഷ്യൂ നടന്ന ശേഷം ആരും കാണാതെ അവളത് പമ്മി കൊണ്ടുപോയി കളയുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കാം, ഇവളുടെ ഭാഗത്ത് ന്യായമുണ്ട്. ഇവളും ആദിലയും ഒരുപോലെ പറഞ്ഞ കാര്യം ടിഷ്യൂ പേപ്പർ കയ്യിലില്ല, അത് ഓൾറെഡി കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്നത് ഒരു സത്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരെന്താ ചെയ്യുക? എനിക്ക് ടിഷ്യൂ പേപ്പർ കിട്ടിയിട്ടുണ്ട്, ഇതാണ് അനു തന്ന ടിഷ്യൂ പേപ്പർ, PR നമ്പർ എന്ന് പറഞ്ഞ് അവൾ എന്തുകൊണ്ട് കാണിച്ചില്ല? ശരിക്കും അവൾ അതല്ലേ ചെയ്യേണ്ടിയിരുന്നത്? ആ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് അതിലേക്ക് അല്ലെങ്കിൽ നൂറയ്ക്ക് അനുകൂലമായിട്ട് വരേണ്ട ഒരു കാര്യമല്ലേ? ടിഷ്യൂ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടി, അനു പറഞ്ഞത് കള്ളമാണെന്ന് കാണിക്കാനുള്ള ഒരു തെളിവാണ്. പക്ഷെ അത് അവളെ ചെയ്യാതെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അനു പറഞ്ഞതാണ് സത്യം എന്നുള്ളതാണ് അവിടെ തെളിയുന്നത്. അത് എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. ഇനി അവിടെ നിന്ന് ഇവിടെ നിന്ന് മാത്രം കണ്ടിട്ട് അനുവിനെ കുറ്റം പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് ലൈവ് കണ്ടിരിക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഈ നൂറ ആദില പറയുന്നത് ഒട്ടും സത്യമില്ലാത്ത കാര്യങ്ങളാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. ഇപ്പൊ ഇതിൽ നിന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ ഒരു 100 ദിവസം നിൽക്കേണ്ട ഒരു ഷോയില് കേവലം ഒരു കപ്പിന് വേണ്ടിയിട്ട് ഇത്രയും നുണകൾ അല്ലെങ്കിൽ ഇത്രയും മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവർ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇങ്ങനെ അനുഭവിച്ചു അങ്ങനെ അനുഭവിച്ചു, ഇവരുടെ കുറെ ട്രോമാസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സോ അതിലൊക്കെ എത്ര ജെനുവിനിറ്റി ഉണ്ട് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് മാറുന്നുണ്ട് അവിടെ. ഈ ഒരു നിമിഷം പോലും ലാസ്റ്റ് നിമിഷം വരെ ഇത്രയും കുത്തിത്തിരിപ്പുണ്ടാക്കിയ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതും ഒരാളെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് പുറത്താക്കി കപ്പടിക്കാനായിട്ട് ഇവള് നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുവരെ അവളുടെ ജീവിതത്തിലും അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങളിൽ എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ട് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ഇവളെ ഒന്നും കുടിച്ച വെള്ളത്തിലെന്നല്ല, വിശ്വസിക്കാനേ പാടില്ല. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം തന്നെ പറയാണ്, ലക്ഷ്മി നിങ്ങൾ 100% ശരി തന്നെയാണ്. പഞ്ചായത്തിൽ പോലും കയറ്റാൻ പറ്റാത്ത 2 എണ്ണം തന്നെയാണ് തെളിയിച്ചു കഴിഞ്ഞു. സോ ഇതിന്റെ റിസൾട്ട് വൈകാതെ തന്നെ വരും എന്നാണ് ഞാൻ പറയുന്നത്. കർമ്മ ഈസ് എ ബൂമറാങ്. അതെന്തായാലും തിരിച്ചടിച്ചിരിക്കും. കാരണം ആ പെൺകുട്ടി കരഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീ ഒരിക്കലും ടോപ്പ് 5 കയറില്ല. വൈകാതെ തന്നെ എവിക്ഷനിൽ നീ പുറത്തായി എന്നുള്ളൊരു സന്തോഷ വാർത്ത അറിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഞാൻ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ. കാരണം ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോസ് ഇങ്ങനെ ആരെയും കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. പക്ഷെ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. എനിക്ക് ഇടണമെന്ന് തോന്നി. കാരണം അതിൽ കുറെ ആളുകളൊക്കെ എന്നെ ചില ആളുകളൊക്കെ നെഗറ്റീവ് പറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. കാരണം എന്തിനാണ് ഈ ഒരു ഷോയിനെ പറ്റി പറയുന്നത് എന്നുള്ള രീതിയിൽ, വേറെ പണിയൊന്നും ഇല്ലേ, അല്ലെങ്കിൽ ഇതിപ്പോൾ സമൂഹത്തിന് എന്ത് കണ്ടന്റ് ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, വേറൊരാൾ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ഇട്ടപ്പോൾ വലിയ ആനുകാലിക വിഷയങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. ശരിയാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് നിങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളല്ലായിരിക്കാം, അല്ലെങ്കിൽ ഇത് സമൂഹത്തിന് ആവശ്യമില്ലാത്തൊരു വിഷയമായി തോന്നിയിരിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞൊരു വിഷയം, നമ്മൾ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ചില ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി മാനസികമായി തളർത്താൻ ശ്രമിക്കുക, അത് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. സോ എനിക്കതിന്റെ പെയിൻ മനസ്സിലാവും. കാരണം നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിന് പഴി കേൾക്കേണ്ടി വരുമ്പോൾ അതിന്റെ പെയിൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കിതിൽ പ്രതികരിക്കണം എന്ന് തോന്നി. അതിന് വേണ്ടി തന്നെയാണ് ഞാൻ പ്രതികരിച്ചതും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതെ ഇരിക്കുക, അത് നിങ്ങളുടെ കാര്യം. പക്ഷെ എനിക്ക് പറയണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ വന്ന് പറഞ്ഞിരിക്കുന്നത്. സോ പ്രേക്ഷകർ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ജെനുവിൻ ആയിട്ട് നിൽക്കുന്നത് ആരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ കുറെ പുറത്തിപ്പോൾ ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടല്ലോ പഴയ ആളുകൾ. ചില ആളുകളൊക്കെ വീഡിയോ ഇടുന്നുണ്ട് അനീഷിനെ കപ്പടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പറയുന്നു, ഞാനും വിഷ് ചെയ്തിരുന്നത് അനീഷാണ് ഫസ്റ്റ് കപ്പടിക്കാൻ യോഗ്യനാണ്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു, ഇത്രയും ആ പെൺകുട്ടിയെ തേജോവധം ചെയ്ത് ഇത്രയും തളർത്താൻ നോക്കി ഔട്ടാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവളന്മാരുടെയൊക്കെ മുന്നിൽ വെച്ച് അനു ആ കപ്പ് ഉയർത്തണം എന്നേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് അനുവിനോടുള്ള ഇഷ്ടം കൊണ്ടോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇത്രയും ആ പെൺകുട്ടി സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ, ഇവളന്മാരെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇനി ആ പെൺകുട്ടി ഇവരുടെ മുന്നിൽ കപ്പെടുത്ത് ജയിച്ച് കാണിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയണത്. അനു ഇനി ഒരു റിപ്ലൈയും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അനുവിന്റെ റിപ്ലൈ കപ്പെടുത്ത് അവരുടെ മുന്നിൽ ഉയർത്തുന്നതായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും നോക്കാം, നമുക്ക് ഇന്നൊരു എവിക്ഷൻ നടക്കാൻ പോകുന്നുണ്ട്. അതിന്റെ പ്രമോയും വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി 100 തന്നെയായിരിക്കും ഔട്ട് ആവുന്നത് എന്നുള്ള ഞാൻ വിശ്വസിക്കുന്നു. കർമ്മയിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നു. എന്തായാലും അവൾ തന്നെ ഔട്ട് ആവട്ടെ. അപ്പോൾ ഇനി ഡിസർവിങ് ആയിട്ടുള്ളവർ തന്നെ കപ്പെടുക്കട്ടെ. അപ്പോൾ ആളുകൾ ഇനി നിങ്ങൾ പ്രേക്ഷകർ എന്തായാലും ജെനുവിൻ ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഫേവററ്റിസം നോക്കാണ്ടിരിക്കുക, ക്യൂട്ട്നെസ് അതൊന്നും നോക്കാണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് തന്നെ വോട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം.